നമസ്കാരം. ഹൃദയം പിളർത്തുന്ന വാർത്തകളാണ് ഗാസയിൽ നിന്ന് പുറത്തുവരുന്നത്. ഗാസയിൽ 3 ദിവസത്തിനുള്ളിൽ 21 കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു. ഒരൊറ്റ ദിവസത്തിൽ മരിച്ചത് 15 കുരുന്നുകളാണ്. ഇസ്രയേൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ഉപരോധം മൂലമാണ് ഈ ദാരുണാവസ്ഥ. ഭക്ഷണവും മരുന്നുമില്ലാത്ത ഗാസയിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പോലും ജീവിതം നിലനിർത്താനാകാതെ പതിയെ മരിക്കുകയാണ്. ഈ ദയനീയ രംഗങ്ങൾ ലോക മാനവത്വത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ കൊണ്ട് ചളിച്ച ഈ നിലം ഇനി എത്ര കാലം? ഒരു തുണ്ട് അപ്പം പോലും ഇല്ലാതെ കുഞ്ഞുങ്ങൾ മരിക്കേണ്ടി വരുന്ന ഈ ഭീകര യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പോഷകാഹാരക്കുറവും പട്ടിണിയും മൂലമാണ് 21 കുട്ടികൾ മരിച്ചതെന്ന് ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രി മേധാവി മുഹമ്മദ് അബു സാൽമിയ പറഞ്ഞു. നഗരത്തിലെ 3 ആശുപത്രികളാണ് ഈ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 6 ആഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് മരിച്ചത്. കുഞ്ഞുങ്ങളും മുതിർന്നവരും ഉൾപ്പെടെ 101 പേരാണ് കഴിഞ്ഞ ആഴ്ച ഗാസയിൽ മരിച്ചത്. മതിയായ ഭക്ഷണം ലഭിക്കാതെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയിലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 20 ലക്ഷത്തിലധികം പേരാണ് ഭക്ഷണത്തിന്റെയും അവശ്യ വസ്തുക്കളുടെയും കടുത്ത ക്ഷാമം നേരിടുന്നത്. ഇതിനിടയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിന്റെ ഉപരോധം മൂലം ഭക്ഷണം, ഇന്ധനം, വൈദ്യസഹായം എന്നിവ ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ് ഗാസയിലെ ജനത. 5 വയസ്സിന് താഴെയുള്ള നിരവധി കുഞ്ഞുങ്ങളാണ് പട്ടിണി ഭീതിയിൽ ഗാസയിലുള്ളത്. ചൊവ്വാഴ്ച ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ 20 പേർ കൊല്ലപ്പെട്ടു. ഭക്ഷണത്തിന് പുറമെ മരുന്നിന്റെ ലഭ്യതക്കുറവും പട്ടിണി മൂലം അവശരായി എത്തുന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ പരിചരിക്കുവാൻ കഴിയാത്ത സാഹചര്യം ആശുപത്രികൾ ഉണ്ടാക്കുന്നു. ഭക്ഷണം തേടിയെത്തുന്ന കുഞ്ഞുങ്ങളെ അടക്കം കൊല്ലുന്ന ഭീകരത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബ്രിട്ടൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച മരിച്ച കുട്ടികളിൽ വെറും 6 ആഴ്ച പ്രായമുള്ള യൂസഫ് അൽ സഫാദി വടക്കൻ ഗാസ നഗരത്തിലെ ഒരു ആശുപത്രിയിലും 13 വയസ്സുള്ള അബ്ദുൽ ഹമീദ് അൽ ഗർബാൻ തെക്കൻ ഖാൻ യൂണിസിലെ മറ്റൊരു മെഡിക്കൽ സെന്ററിലുമാണ് മരിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കുഞ്ഞിന്റെ അമ്മ ഭക്ഷണം കഴിക്കാത്തതിനാലും കുടുംബത്തിന് മറ്റു മാർഗങ്ങളുടെ പാൽ കൊടുക്കുവാൻ കഴിയാത്തതിനാലുമാണ് മരണത്തിന് കീഴടങ്ങിയതെന്ന് യൂസഫ് അൽ സഫാദിയുടെ അമ്മാവൻ അദം അൽ സഫാദി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 81 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിലെ ഈ ദാരുണ സംഭവങ്ങളിൽ നടുക്കവും ആശങ്കയും പങ്കുവച്ച് യുവനും രംഗത്തെത്തി. സമാനതകളില്ലാത്ത മരണവും നാശവും നിറഞ്ഞ ഒരു ഭീകര ദൃശ്യം എന്നാണ് ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിച്ചത്. ഗാസയിൽ തുടരുന്ന വംശഹത്യ ഇസ്രായേൽ ഉടൻ നിർത്തണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടനും കാനഡയും ജപ്പാനും അടക്കം 28 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ടു. കുരുന്നുകൾ ഉൾപ്പെടെ സാധാരണക്കാരെ മനുഷ്യത്വരഹിതമായി കൂട്ടക്കുരുതി നടത്തുന്നത് അപലപിക്കുന്ന പ്രമേയം ഗാസയിൽ സാധാരണക്കാരുടെ ദുരിതം സമാനതകളില്ലാത്ത ആഴങ്ങൾ സ്പർശിച്ചുവെന്ന് കുറ്റപ്പെടുത്തി. ഗാസ സിറ്റിയിലെ ഒരു ആശുപത്രി മേശപ്പുറത്താണ് ആ 6 ആഴ്ച പ്രായമുള്ള യൂസഫിന്റെ ശരീരം ആരുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്ന രീതിയിൽ കിടന്നത്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വാരിയെല്ലുകളും ചെറിയ കൈയിൽ ഒരു ഡ്രിപ്പ് തിരികിയ ബാൻഡേജും. കഴിഞ്ഞ 24 മണിക്കൂറിൽ പട്ടിണി കിടന്ന് മരിച്ച 15 പേരിൽ ഒരാളായിരുന്നു ആ കുരുന്ന്. യൂസഫിന്റെ കുടുംബത്തിന് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുവാൻ പാൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെന്ന് അമ്മാവൻ അദം അൽ സഫാദി പറയുന്നു. എവിടെയും പാൽ കിട്ടാനില്ല. അങ്ങനെയൊന്ന് കിട്ടിയാൽ ഒരു ഡബ്ബിന് $100 കൊടുക്കണം. മരിച്ചുപോയ തന്റെ അനന്തരവനെ നോക്കി അയാൾ പറഞ്ഞു. 2023 ഒക്ടോബറിൽ 1200 പേരെ കൊല്ലുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഹമാസ് ഗ്രൂപ്പിന്റെ ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഗാസയിൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേലി സൈന്യം വ്യോമാക്രമണങ്ങളിലും ഷെല്ലാക്രമണങ്ങളിലും വെടിവയ്പിലും ഏകദേശം 60,000 ഫലസ്തീനികളെ കൊലപ്പെടുത്തി. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി ഡസൻ കണക്കിന് ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്നതായാണ് ഫലസ്തീൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. മാർച്ചിൽ ഗാസയിലേക്കുള്ള എല്ലാ വിതരണങ്ങളും ഇസ്രായേൽ നിർത്തിവെക്കുകയും മെയ് മാസത്തിൽ ആ ഉപരോധം പിൻവലിക്കുകയും ചെയ്തതോടെ ഗാസയിലെ ഭക്ഷ്യശേഖരം തീർന്നു. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സഹായം വഴിതിരിച്ചുവിടുമെന്ന് തടയാൻ പുതിയ നടപടികൾ ആവശ്യമാണെന്ന് അവർ പറയുന്നു. സംഘർഷങ്ങൾക്കിടെ കുറഞ്ഞത് 101 പേരാണ് പട്ടിണി കിടന്ന് മരിച്ചതായി പലസ്തീൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിൽ 80 പേരും കുട്ടികൾ. അവരിൽ ഭൂരിഭാഗവും കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് മരിച്ചത്. ഗാസയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിതരണങ്ങളെയും നിയന്ത്രിക്കുന്ന ഇസ്രയേൽ ഭക്ഷ്യക്ഷാമത്തിന് ഉത്തരവാദി തങ്ങളല്ലെന്നാണ് നിഷേധിക്കുന്നത്. ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായും അവർ കാണുന്നുവെന്ന് ഇസ്രയേൽ സൈന്യം പറയുന്നു. കൂടാതെ അന്താരാഷ്ട്ര സമൂഹമായി ഏകോപിപ്പിച്ച് അവരുടെ പ്രവേശനം സുഗമമാക്കാൻ പ്രവർത്തിക്കുന്നതായും പറയുന്നു. ഹമാസും മറ്റു തീവ്രവാദികളും മോഷ്ടിച്ചതായി പറയുന്ന സഹായം സംരക്ഷിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ടുവെന്ന് അവർ കുറ്റപ്പെടുത്തി. ഹമാസ് ആണ് കുറ്റക്കാരെന്ന ഇസ്രയേലിന്റെ നിലപാടിനോട് ഒരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു. ഇസ്രായേൽ പിന്തുണയുള്ള ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ സഹായ സംഘടനയെ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഹമാസ് ഈ നിർണായക സഹായത്തെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരുകയും സഹായ പ്രവർത്തനങ്ങൾക്ക് പാരിതോഷികം നൽകുകയും കരാറുകാരെ ലക്ഷ്യം വെക്കുകയും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് GHFന്റെ ജീവൻ രക്ഷിക്കുവാനുള്ള സഹായം എത്തിക്കുന്നതിനുള്ള കഴിവിനെ
തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് ഭയാനകമെന്നാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചകളിൽ ഭക്ഷണം എത്തിക്കുവാൻ ശ്രമിച്ച 800-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. പ്രധാനമായും GHF വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം നിലയുറപ്പിച്ച ഇസ്രായേലി സൈനികർ നടത്തിയ കൂട്ട വെടിവെപ്പിലാണിത്. ഫലസ്തീൻ എൻക്ലേവിലെ 2.3 ദശലക്ഷം നിവാസികളുടെ സ്ഥിതി ഭയാനകമായ ഒരു ഷോ എന്നാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറൻസ് വിശേഷിപ്പിച്ചത്. മാനുഷിക തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഒരു മാനുഷിക വ്യവസ്ഥയുടെ അവസാന ശ്വാസമുട്ടലാണ് നമ്മൾ കാണുന്നത്. UN സുരക്ഷാ കൗൺസിലിനോടായിരുന്നു ഗുട്ടറൻസ് പറഞ്ഞത്. ആ സംവിധാനം പ്രവർത്തിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. യുദ്ധത്തിന്റെ ആദ്യ വർഷത്തിൽ ലക്ഷക്കണക്കിന് ഗാസക്കാരെ പിന്തുണച്ച നോർവീജിയൻ അഭയാർത്ഥി കൗൺസിൽ അവരുടെ സഹായശേഖരം ഇപ്പോൾ തീർന്നു പോയെന്നും സ്വന്തം ജീവനക്കാരൻ ചിലർ പട്ടിണിയിലാണെന്നും പറഞ്ഞു. ഞങ്ങളുടെ അവസാനത്തെ കൂടാരം, അവസാനത്തെ ഭക്ഷണപ്പൊതി, അവസാനത്തെ ദുരിതാശ്വാസ വസ്തുക്കൾ എന്നിവ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി ഒന്നും ബാക്കിയില്ലെന്നാണ് ഡയറക്ടർ ജാൻ എഗ്ലാൻഡ് റോയിട്ടേഴ്സിനോട് പറഞ്ഞത്. ഇസ്രയേൽ ഒരു തരത്തിലും വഴങ്ങുന്നില്ല. അവർ ഞങ്ങളുടെ ജോലി സ്തംഭിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഗാസയിൽ വിശപ്പും ക്ഷീണവും കാരണം ഡ്യൂട്ടിക്കിടെ ഡോക്ടർമാരും മാനുഷിക പ്രവർത്തകരും തളർന്നു വീഴുകയാണെന്ന് UN ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസിയുടെ തലവൻ ചൊവ്വാഴ്ച പറഞ്ഞു. സഹായ വിതരണത്തിനിടെ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ ചിത്രങ്ങൾ അസഹനീയമാണ് എന്ന് യൂറോപ്യൻ കമ്മീഷണർ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ ചൊവ്വാഴ്ച പറഞ്ഞു. സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള പ്രതിജ്ഞകൾ പാലിക്കുവാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈനിക സ്ഥിതി വിവരണ കണക്കുകൾ പ്രകാരം യുദ്ധകാലത്ത് പ്രതിദിനം ശരാശരി 146 ട്രക്കുകൾ സഹായ സാധനങ്ങൾ ഗാസയിൽ പ്രവേശിച്ചു. ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുവാൻ പ്രതിദിനം കുറഞ്ഞത് 600 ട്രക്കുകളെങ്കിലും ആവശ്യമാണെന്നാണ് അമേരിക്ക പറഞ്ഞത്. വെടിവയ്പിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൊണ്ട് ആശുപത്രികൾ ഇതിനകം തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും ദൗർലഭ്യം കാണാം ബിഷപ്പുമായി ബന്ധപ്പെട്ട ലക്ഷങ്ങൾക്ക് കൂടുതൽ സഹായം നൽകുവാനും അവർക്ക് കഴിയുന്നില്ലെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വക്താവ് ഖലീൽ അൽ ഡ്രഗൻ പറഞ്ഞു. 60,000 ഗർഭിണികൾ ഉൾപ്പെടെ ഏകദേശം 6 ലക്ഷം ആളുകൾ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നാണ് ഡെക്രാൻ പറഞ്ഞത്. വിശക്കുന്നവരിൽ നിർജ്ജലീകരണം, വിളർച്ച എന്നിവയാണ് ലക്ഷണങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഗ്രൂപ്പുകളും ഡോക്ടർമാരും താമസക്കാരും പറഞ്ഞതനുസരിച്ച് പ്രത്യേകിച്ച് ബേബി ഫോർമുലയുടെ ലഭ്യത വളരെ കുറവാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലി വെടിവെപ്പിലും സൈനിക ആക്രമണത്തിലും കുറഞ്ഞത് 72 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഇതിൽ ഗാസ സിറ്റിയിലെ ടെന്റുകളിൽ താമസിച്ചിരുന്ന 16 പേരും ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.